ഒരു പക്ഷേ ഇവിടെ ഇല്ലെങ്കിൽ എങ്കിൽ അടുത്ത ക്ലബ്ബിൽ പോയി നോക്കാം. പക്ഷേ മുക്കത്തെ ഊടുവഴികളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഗ്രൂപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പറയൂ, ഞാനാണ് ട്രക്കിംഗ് ഓർഗനൈസർ. എന്താ കാര്യം? ഒരു മർഡർ കേസ് ബന്ധപ്പെട്ട് ചെറിയൊരു ഇന്ററോഗേഷന് വേണ്ടി മെമ്പേഴ്സ് എല്ലാരെയും ഒറ്റയ്ക്കൊന്ന് കാണുമായിരുന്നു. ഇല്ലല്ല, അത് പറ്റില്ല. ഇവിടെ ഉള്ളതൊക്കെ ബിഗ് ഷോട്ടിന്റെ കുട്ടികളാ. നിങ്ങൾ പറയുന്ന പോലെയുള്ള കുട്ടികളൊന്നും ഇവിടെ ഇല്ല മാഡം. അത് ഞങ്ങളാണ് പറയേണ്ടത്. ഇന്ന് എല്ലാരും ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ കാരണം അരമണിക്കൂർ ഡിലേ. ഇത് പോലീസ് മാറ്ററാ. കോഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിലേ രീതി മാറും, പറഞ്ഞേക്കാം. സൂക്ഷിച്ചോ. മാഡം, ഐജിയുടെ മകൻ കൂടെ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്കും ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ട്രെയിനിങ് ഓർഗനൈസ് ചെയ്യുന്നതും ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നതും മാത്രമാണ് ഞങ്ങളുടെ ജോലി. ഇവിടെ ഉള്ളവർ പുറത്ത് പ്രശ്നം ഉണ്ടാക്കി ഞങ്ങളോടാണ് ചോദിക്കുന്നത്. പോകൂ മാഡം, അവരുടെ വീട്ടിൽ പോയി ചോദിക്കൂ. ഞാൻ ഇവിടെ ആരെയും ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ല. അഗ്നി, എന്ത് പറ്റി? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സോറി, നിങ്ങളുടെ ട്രക്കിങ്ങിന് ഞാൻ ഡിസ്റ്റർബ് ചെയ്തു. ഒരു 2 minutes പെട്ടെന്ന് തീർക്കാം. ഒന്നുമില്ല, മുക്കത്ത് ചെയിൻ സ്നാച്ച് ചെയ്ത് ഒരുത്തൻ ഈ കൂട്ടത്തിലുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ അവന് മാത്രം പിടിച്ചോണ്ട് ഞങ്ങൾ പോയിക്കോളാം. ഗുണ, ദേ അവനാ, ആ ഗ്രീൻ ഫ്ലോറിസൻ ടീഷർട്ട്. ട്രെയിനർ സർ, നിങ്ങൾ പറഞ്ഞോണ്ടാ ഞാൻ എല്ലാരെയും ഒറ്റയ്ക്ക് വിളിച്ച് അന്വേഷിക്കാതിരുന്നേ. സാറേ, അവനൊരു VIP യുടെ കുട്ടിയാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കുട്ടിയല്ല അവൻ. ഓട്ടം കണ്ട അറിയല്ലോ ബ്രദർ. സാറേ, നിങ്ങൾ എന്തുണ്ടെങ്കിലും ആദ്യം അവന്റെ അച്ഛനോട് സംസാരിക്കേ. നിങ്ങൾ ആവശ്യമില്ലാതെ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കണ്ട. ടെൻഷൻ ആവല്ലേ ബ്രദർ. നിന്റെ കാൽ ഉടക്കുന്നുണ്ട്. കൺഫേം ആയിട്ട് ഇവൻ തന്നെയാണോ? ഞാൻ സംസാരിക്കുമ്പോ കള്ളൻ ആരാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമായിരുന്നു. പക്ഷെ ഇവൻ മാത്രം കള്ളനായതുകൊണ്ട് താഴെ നോക്കി നിന്നു. ഇവൻ തന്നെ സംശയം വേണം. ഞാനൊന്നും ചെയ്തില്ല മാം. പ്ലീസ് ലെറ്റ് മീ ഗോ മാം. എനിക്ക് സത്യമായിട്ട് ഒന്നും അറിയില്ല മാം. പ്ലീസ് എന്നെ വിട്ടേക്കൂ. ആരോടാ? ആളും തരവൊന്നും ഇല്ലേ? പഠിപ്പ് കൂടിപ്പോയോ? പെണ്ണ് പെണ്ണായിട്ട് നിൽക്കണം. എന്റെ മോനെ എന്തിനാ വിളിച്ചോണ്ട് വന്ന്? സർ, ഒരു ചെയിൻ സ്നാച്ചിങ് കേസാ. മൈനർ ആയതുകൊണ്ട് പാരന്റ്സിന്റെ മുമ്പിൽ വേണം ചോദ്യം ചെയ്യാൻ. അതുകൊണ്ടാ വരാൻ പറഞ്ഞത്. എടീ, ഞാൻ ആരാണെന്നറിയോ? എന്റെ ബിസിനസ് എന്താണെന്നറിയോ? എന്റെ കോണ്ടാക്ട് എന്താണെന്നറിയോ? എന്റെ മോനെ ചെയിൻ സ്നാച്ച് പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നു. നീ എത്ര വലിയ ആള് തന്നെ ആയാലും നിന്റെ മോനുള്ളതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാ. എന്തുവാടി പറയുന്നത്? നിർത്തുന്നുണ്ടോ കഴിവരുടെ മോനെ? സെപ്റ്റംബർ 11 എവിടെയായിരുന്നടാ? പറഞ്ഞത് കേട്ടില്ലേ? അവൻ അറിയില്ലെന്ന്. ബാക്കിയൊക്കെ എന്റെ ലോയറോട് സംസാരിച്ചാ മതി. എടാ വാടാ. നിക്കടാ അവിടെ. വാടാ. അപ്പോഴേക്കും പോണോ സർ? കാപ്പി കുടിച്ചിട്ട് പോവാം. ഏയ്, വരാനല്ലേ പറഞ്ഞത്. എന്തിനാ സർ ഒച്ച വെക്കുന്നത്? റിലാക്സ്. സാർ വയ്ക്കോ, ഇവനെ അയക്കാൻ പറ്റില്ല. എന്തേ? ചെയിൻ സ്നാച്ച് ചെയ്തത് കയ്യോടെ പിടികൂടിയതാ സാർ. ഇവനാ ചെയ്തെന്ന് പ്രൂഫ് വല്ലതും ഉണ്ടോ? പോക്കറ്റിൽ നോക്കിയോ? നോ ഡാഡി, വൈ വുഡ് ഐ ഡു ദാറ്റ്? നോക്കേ. അല്ല ഡാഡി, ഇത് എന്റെ അല്ല ഡാഡി. ഇത് എന്റെ അല്ല സാർ. സത്യമായിട്ടും എന്റെ അല്ല സാർ. ഇത് എങ്ങനെ വന്നു എന്ന് പോലും എനിക്ക് അറിയില്ല. അഭിനയം മതി, ഇരിക്കേ. ഏയ്, എന്തിനാണ് വഴക്ക് പറയുന്നത്? അവൻ എത്ര ബുദ്ധിമുട്ടി അഭിനയിക്കുന്നത്. വേദനയുണ്ടോ? അയ്യോ, നല്ല അടി അടിച്ചല്ലേ. നിന്റെ പോക്കറ്റിൽ ചെയിൻ ഇട്ടത് ഞാനാ. 2 മിനിറ്റ് കൊണ്ട് നിന്റെ അച്ഛനെ വിശ്വസിപ്പിച്ച ഞങ്ങൾക്ക് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ഒരു പ്രയാസമില്ല. പറയേ, എന്തിനാ ചെയിൻ സ്നാച്ച് ചെയ്തേ? സാർ, ട്രക്കിങ്ങിന് വേണ്ടി പുറത്തു പോയ ഫ്രണ്ട്സിന് വേണ്ടി ചെലവ് ചെയ്യാൻ പൈസ കുറെ ആവശ്യമുണ്ടായിരുന്നു. വീട്ടിൽ ചോദിച്ചാൽ കുറച്ച് തരുള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാനിങ്ങനെ ചെയ്യാറ്. ഇനി ഇങ്ങനെ ചെയ്യില്ല സാർ. പ്ലീസ് സാർ, വിട്ടേക്ക് സാർ. അപ്പോ സെപ്റ്റംബർ 11 നീയാണ് ചെയിൻ സ്നാച്ച് ചെയ്തത്. അത് നർമ്മദ കണ്ടതുകൊണ്ട് അവളെ നീ എന്തോ ചെയ്തു അല്ലേ? ചെയിൻ സ്നാച്ചിങ് ഞാനാ ചെയ്ത്. വേറെ ഒന്നും എനിക്ക് അറിയില്ല. വേറൊന്നും അറിയില്ല അല്ലേ? ചെയിൻ സ്നാച്ചിന് ശേഷം എന്താ ചെയ്തേ? അന്ന് അടുത്ത ദിവസം തന്നെ അത് വിൽക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയി. പക്ഷേ ഫോൺ ഷോപ്പിലാണ് അത് കവറിംഗ് ആണെന്ന് അറിഞ്ഞത്. ആ ഏരിയയിൽ ഒരു പെണ്ണിനെ കൊന്നെന്ന് ഫ്രണ്ട്സ് പറഞ്ഞ തൊട്ട് ആ ഏരിയയിലേക്ക് ഞാൻ പോകാറേയില്ല. നീ ഇരുട്ടിലടിച്ചത് ഇവനെയല്ലേ? ഇരുട്ടത്ത് ഞാൻ ശരിക്കും കണ്ടില്ല. പക്ഷേ അയാൾ കണ്ണാടി ഇട്ടുണ്ടായിരുന്നു. ഇരുട്ടില് മുഖം കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് കണ്ണാടി മാത്രം എങ്ങനെ കണ്ടു? ഞങ്ങൾ കൂട്ടിമുട്ടിയപ്പോ ആളുടെ കണ്ണാട താഴെ വീണ് പൊട്ടിപ്പോയി. ആള് തിരയുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. വേറെ ഒന്നും എനിക്ക് അറിയില്ല മാം. അപ്പോ ആ കണ്ണട പൊട്ടിയ സ്ഥലം കാണിക്കാൻ പറ്റും? ഗുഡ്.
ഇത്രയും ദിവസത്തിന് ശേഷം ആ പൊട്ടിയ ഗ്ലാസ് പീസസ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ചിലപ്പോ അവൻ തന്നെ ക്ലിയർ ചെയ്താ. ഇരുട്ടിലെല്ലാം ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് കുറവാ. അന്ന് മഴ പെയ്തിട്ടുണ്ട്. സോ സോളിഡ് പാർട്ടിക്കൽസ് തീർച്ചയായും മണ്ണിനടിയിലുണ്ടാവും. ഡെഫിനറ്റ് ആയിട്ട് ഈ ഏരിയയിൽ തന്നെ കാണണം. അഥവാ കിട്ടിയാൽ അത് വെച്ച് എന്ത് ചെയ്യാനാ? കൊലപാതകയെ കണ്ടെത്താം. നീ പൊയ്ക്കോ, കഴിഞ്ഞത് ഞാൻ ഫോൺ ചെയ്യാം. ലൂന, ആ സ്കൂൾ പയ്യന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യല്ലേ. പക്ഷേ അവന്റെ അച്ഛനോട് സ്ട്രിക്റ്റ് ആയിട്ട് പറയേ, ഇതുപോലെ വീണ്ടും എന്തിലെങ്കിലും ഇൻവോൾവ് ആയാ ലൈഫ് തന്നെ പോകുമെന്ന്. പിന്നെ ആ സ്വർണം വാങ്ങുന്ന കടക്കാരനെയും വാൺ ചെയ്യേ. ലുണ, ഇതുവരെ 72 ഗ്ലാസ് പീസസ് എടുത്തിട്ടുണ്ട്. 72ഓ? സൂപ്പർ. ഇത് ഡിലേ ആക്കാതെ ലാബിലേക്ക് വെച്ച് റിപ്പോർട്ട് റെഡിയാക്ക്. ഞാൻ നാളെ വന്ന് നോക്കാം. ഇത്രയും പീസസിന്റെ റിപ്പോർട്ട് നാളേക്കുള്ളിൽ എങ്ങനെ റെഡിയാക്കുക? നാളെ തന്നെ ഇത് കിട്ടണം. വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞേ, പോയി ജോലി നോക്ക് വേഗം. വേഗാവട്ടെ. ഗൈസ്, സെർച്ച് ചെയ്ത് കിട്ടിയതിൽ ഈ ഒന്ന് മാത്രമാണ് പവർ ലെൻസ്. ഈ ലെൻസിന്റെ പവറ് -4 ഷോട്ട് സൈൻ. ഇവന് ഈ ലെൻസ് ഇല്ലാതെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. DNA പ്രൊഫൈലിംഗ് ചെയ്തോ? DNA ടെസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് മണ്ണിനടിയിലായതുകൊണ്ട് വെറും ഈ റിപ്പോർട്ട്സേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്ക്യൂസ് മീ സർ. സാം അച്ഛനെ കണ്ടേ പറ്റുന്നു വാശി പിടിക്കുക. എന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു ഞങ്ങൾക്ക് ഒരു പിടുത്തവും. ഒന്നെങ്കിൽ ഞങ്ങൾ അവളോട് സത്യം പറയണം, അല്ലെങ്കിൽ നിങ്ങളെങ്കിലും അവളോട് സത്യം പറയണം. എന്ത് ചെയ്യണം പറയൂ. ഈ ഗ്ലാസ് സഹി എന്നൊരു പെൺകുട്ടിയുടേതാണ്. പെണ്ണോ? അന്ന് സൈക്ലോൺ അടിച്ചത് ഒരു പയ്യനെയാണെന്നാ പറഞ്ഞ്. അഡ്രസ് ഉണ്ടോ? അഡ്രസ്സോ? 1 മിനിറ്റ്. സോറി മാഡം, ഇന്ന് എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല. പ്ലീസ് മനസ്സിലാക്കൂ. ഓരോ തവണയും നിങ്ങൾ ഇത് തന്നെയാ പറയുന്നത്. ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കാം മാഡം. ഓക്കെ, താങ്ക് യു. ഓൾ റൈറ്റ്, കാണാം. ഈ കണ്ണട റിസീവ് ചെയ്തത് മാത്രമാണ് സഹി. പക്ഷേ ഉടഞ്ഞെന്നും പറഞ്ഞ് ഓർഡർ കൊടുത്തതോ ഗസ് ഹു? ആരാ സാർ? അവിനാശ്. എന്തേ അഗ്നി, ഇനിയും ആ അവിനാശിനെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പോവാണോ? നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനെന്നാ ശരി, കട്ട് ചെയ്യൂ മാഡം, ഞാൻ വരാം. ഇപ്പൊ എന്ത് ചെയ്യാനാ അഗ്നി? അവനാ ചെയ്തെന്നുള്ളതിന് പ്രൂഫ് ഉണ്ടല്ലോ. അവൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവൻ ബ്രില്യൻ്റ് ആയിട്ടിരുന്നോ അതോ ഞാൻ കെയർലെസ് ആയിരുന്നോ എന്നറിയില്ല. സാം ആണോ? ആ, അവിനാശിന്റെ കാര്യം ഞാൻ നോക്കാം, നീ പൊയ്ക്കോ.